ഇന്നത്തെ കംപ്ലീറ്റ് എപ്പിസോഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നയന അനന്തപുരം തറവാടിന്റെ പടിയിറങ്ങാണ്. ഞാൻ രാവിലത്തെ എപ്പിസോഡിന്റെ റിവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം ഒരു തമിഴിന്റെയും മലയാളത്തിന്റെയും ഒക്കെ വെച്ചിട്ട് ഗസ്സിങ് മാത്രമായിരുന്നു എന്ന്. അതായത് നയന വീടിട്ട് ഇറങ്ങി പോകുന്നത് സത്യം തന്നെയാണ്. അങ്ങനെ നയന ബാഗുമായിട്ട് തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അങ്ങനെ അവൾ ഗേറ്റ് കടന്ന് അവളുടെ വീട്ടിലേക്ക് എത്താണ്. അപ്പോഴേക്കും അവിടെ നന്ദു എന്താ ചേച്ചി എന്ന് പറഞ്ഞ കാര്യം ചോദിച്ചിട്ട് അവളെ അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ വിവരങ്ങൾ അറിയുന്ന ഗോവിന്ദനാവട്ടെ, ഗോവിന്ദന് ചങ്ക് തകർന്ന് അവിടെ ബോധം കെട്ട് വീഴുന്നു. ആരും വിളിച്ചിട്ട് ഗോവിന്ദൻ അനങ്ങുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊക്കെ നയനയുടെ വെറും സ്വപ്നങ്ങൾ മാത്രമായിരുന്നു. അതായത് വഴിവരെ മാത്രമേ നയന ഇതുവരെ എത്തിയിട്ടുള്ളൂ. എന്നാൽ തമിഴില് റൂമിൽ വെച്ച് തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് പരിഹരിക്കുന്നുണ്ട്. അവള് റൂമിൽ നിന്നും ബാഗ് എടുത്ത് ഇറങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആദർശ് വന്നിട്ട് ഇനി പോവണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. മലയാളത്തിലാണ് ഇത്രയും വലിച്ചു നീട്ടി അവൾ റോഡ് വരെയൊക്കെ എത്തിക്കുന്നത്. എന്തായാലും നയന ഇതുപോലെ കണ്ടതുകൊണ്ട് ഇനി എന്തായാലും വീട്ടിലേക്ക് ഉണ്ടാവില്ല. അങ്ങനെ നന്ദുവും ചോദിക്കുന്നുണ്ട്, എന്താ ചേച്ചി ഇറക്കി വിട്ടെന്നൊക്കെ ചോദിച്ച് നന്ദു കുറെ ദേഷ്യപ്പെടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നയന അവരുടെ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അവളൊരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ നയന. അങ്ങനെ കണ്ണു തിരുമ്മിക്കൊണ്ട് അവൾ ആലോചിക്കുകയാണ്, ഈശ്വര ഞാൻ അങ്ങോട്ടേക്ക് കയറിപ്പോയാൽ ഇതായിരിക്കും ഇപ്പൊ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥ. അതുകൊണ്ട് അങ്ങോട്ടേക്ക് കയറിപ്പോയിട്ട് യാതൊരു പ്രയോജനവുമില്ല. വീട്ടിലേക്ക് ഇനി ഞാൻ പോകുന്നില്ല എന്ന് നയന ഇങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ. ഇതേ സമയത്ത് തന്നെ മുത്തശ്ശി പോയിട്ട് ദേവയാനോടും ജലജോടും ചോദിക്കുകയാണ്, അല്ല നയനമോൾ എന്ത് ചെയ്യുന്നു? അപ്പൊ ദേവയാനി പറയുന്നു, എനിക്കറിയില്ല, അവൾ എവിടെങ്കിലും കാണും, അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോയി കാണും. മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല നിന്റെ മരുമോടെ കാര്യം നിനക്കറിയില്ലേ എന്ന് ചോദിക്കുന്നു. എന്നോട് ചോദിച്ചിട്ടല്ലോ അവൾ ഇവിടെ എവിടെ നിന്ന് പോവാറുള്ളത്, പിന്നെ എന്നോട് എന്തിനാ അമ്മ ദേഷ്യപ്പെടുന്നു ചോദിക്കുമ്പോ മുത്തശ്ശി പറയാണ്, അതെ വന്നു കയറി വരുന്ന മരുമക്കൾക്ക് ഈ ഒരു സാഹചര്യമായിട്ട് പുറത്തു പറഞ്ഞ കുറച്ചൊക്കെ താമസം കാണും, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. നമ്മൾ അമ്മായിമ്മമാരാ. നീ വീട്ടിലേക്ക് കയറി വന്നപ്പോഴും നിന്റെ സ്വഭാവം ശരിയായത് കൊണ്ടൊന്നും അല്ല നമ്മൾ ഇത്രനാളും ഒരു അടിയും വഴക്കൊന്നും ഉണ്ടാവാതിരുന്നത്. കാരണം നീ വേറൊരിടത്തുനിന്ന് വന്ന് കയറിയ കുട്ടിയല്ലെന്ന് പറഞ്ഞ് നിന്നെ അതുപോലെ ഞാൻ സ്നേഹിച്ചിട്ടും നമ്മൾ തമ്മിൽ എന്തെങ്കിലും വാക്കുകൾക്ക് ഉണ്ടായിട്ടുണ്ടോ, അതുപോലെയല്ലേ ഞാൻ നിന്നെയൊക്കെ നോക്കിയത്, അതുകൊണ്ടാ അങ്ങനെയൊക്കെയെന്ന് മുത്തശ്ശി ദേവയാനി പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ ദേവയാനി പറയാണ്, അമ്മ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഈ കാര്യത്തില് യാതൊരു അറിവുമില്ല. അവള് സ്വമേധയാ തന്നെ ഇറങ്ങിപ്പോയതാണ്, അല്ലാതെ ഞാൻ പറഞ്ഞതൊന്നും അല്ല എന്ന് പറയുന്നു. ദേവയാനിയോട് മുത്തശ്ശി പറയാണ്, ഇവക്കാണെങ്കിലോ വകതിരിവില്ല, നിനക്കത് കുറച്ചെങ്കിലും ഉണ്ടെന്നാ ഞാൻ കരുതിയത്, ഇപ്പൊ അതും എന്റെ വെറും തോന്നല് മാത്രമായി പോയി എന്ന് മുത്തശ്ശി പറയാൻ കേട്ടോ. അപ്പൊ ജലജ പറയാണ്, അമ്മ എന്തിനാ അതിന് എന്നെ കയറി പിടിക്കുന്നത്? അവളെ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അത് അവളുടെ തീരുമാനമല്ലേ, അതിനെന്തിനാ ഞങ്ങളെ പറഞ്ഞതെന്ന് ദേവയാനി ജലജ ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. സമയത്ത് ജലജ ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മ എന്തായാലും അവളോടൊന്ന് ഭാഗ്യം നോക്കി ഇറങ്ങിപ്പോയെന്നുള്ള കാര്യം അറിഞ്ഞില്ല, അല്ലെങ്കിൽ ചിലപ്പം അച്ഛനും അജയേട്ടനും ഒക്കെ കൂടി ആയിരിക്കും അവളെ വിളിക്കാൻ പോവാ, കൂടെ ആദർശം കാണുമെന്നും പറഞ്ഞിട്ട് അവള് കുറെ ദേവേനെ കളിയാക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നയന ഇങ്ങനെ റോഡിലൂടെ നടന്നു വരികയാണ്. ഈ സമയത്ത് അനിയാണെങ്കിൽ ബൈക്കിൽ അതിലെ വരുന്നുണ്ട്. അങ്ങനെ അനി ബൈക്ക് കൊണ്ട് ഫ്രണ്ടിൽ നിർത്തിട്ട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അത് നയനയാണെന്ന് മനസ്സിലാവുന്നത്. അനി വന്നിട്ട് ചോദിക്കുകയാണ്, നയനേച്ചി ഞാൻ നടന്നു പോകുന്നത് വീട്ടിലേക്ക് പോവാണോ, എന്താ കാര്യം, ബാഗൊക്കെ ആയിട്ടെന്ന് ചോദിക്കുമ്പോൾ അനി ഇന്ന് നടന്ന കാര്യങ്ങളെല്ലാം നീ കണ്ടതല്ലേ, പിന്നെ ഞാനവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ, എന്താ ആദർശേട്ടൻ വല്ല വഴക്കം പറഞ്ഞോ, ഇറങ്ങി പോകാൻ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറയാണ്, അതിനി പറയേണ്ട കാര്യമുണ്ടോ അനി, ഇനി എല്ലാം നീ കണ്ടതല്ലേ, ഇനി അവിടെ തുടർന്നു പോകുന്നതിൽ അർത്ഥമില്ല, ഇത്രയും നാളും ഞാൻ എൻ്റെ അച്ഛന് വേദന ഉണ്ടാവരുന്ന കരുതിയിട്ട് മാത്രമാണ് അവിടെ ഞാൻ പിടിച്ചിരുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടല്ല എന്ന് നയനെ പറയുന്നു. അപ്പോഴേക്കും അനി പറയാണ്, ഏട്ടത്തി എത്ര കിലോമീറ്റർ ആയപ്പോൾ നടന്നത്? ഏകദേശം 1 കിലോമീറ്ററോളം 2 കിലോമീറ്ററോളം നടന്നു, ഇനി 1 കിലോമീറ്റർ ആയാൽ എൻ്റെ വീട്ടിലേക്ക് എത്തുമനി ഞാൻ പോവാ എന്ന് പറയുന്നു. അപ്പോൾ അനി പറയണ, ഏട്ടത്തി ഞാൻ കൊണ്ടുവിടാന്ന് പറയുമ്പോൾ, വേണ്ട ആദർശേട്ടനോട് പറഞ്ഞതാ എന്നെ കൊണ്ടുവിടാൻ വരാമെന്ന്, ഞാനാ സമ്മതിക്കാഞ്ഞത്, ഞാൻ പോയിക്കോളാം, ഇനി ആർക്കും ബാധ്യതയായിട്ട് ഒരിക്കലും ഞാൻ ആ വീട്ടിലേക്ക് വരില്ല അനി, പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അനി അവിടുന്ന് നയന പറഞ്ഞു കേട്ടോ ചെയ്യുന്നത്. നടന്ന സംഭവങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് ആദർശ് ഇങ്ങനെ റൂമിലിരിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ടേക്ക് മുത്തശ്ശനോട് ചോദിക്കുകയാണ്, ആദർശി നയന എവിടെയെന്ന്. അപ്പം ആദർശി പറയാണ്, എനിക്കറിയില്ല, അവിടെ ഒന്നും കാണില്ലേന്ന്. അപ്പം മുത്തശ്ശി പറയാണ്, അവളോടൊന്ന് ബാഗ് നോക്കി പോയെന്നാണല്ലോ ഞാൻ അറിഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ആദർശി പറയാണ്, അവൾ എവിടെയാ പോയെന്ന് ഞാൻ എങ്ങനെ അറിയും മുത്തശ്ശിന്ന് ചോദിക്കുമ്പോൾ, നീ അവളുടെ അവന്റെ ഭർത്താവല്ലേ, അപ്പൊ നിനക്കൊന്നും അറിയില്ലെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ആനി വന്നിട്ട് മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി വഴിയിൽ വെച്ച് ഞാൻ ഏട്ടത്തിയെ കണ്ടിരുന്നു, പാവം 2 കിലോമീറ്ററോളം ഈ വെയിലത്ത് നടന്നു പൊരിഞ്ഞു പോകുന്നത് കണ്ടു, കയ്യില് ബാഗുമുണ്ട്, വഴിനീള പാവം കരഞ്ഞുകൊണ്ടാ പോയെന്ന് പറയാണ്. ആദർശപ്പ പറയുന്നു, അവൾ എന്നെ നാണം കെടുത്താൻ മനഃപൂർവ്വമായിട്ട് പോയതായിരിക്കും. മുത്തശ്ശി പറയാണ്, നിനക്കോ ജലജയ്ക്കോ നിന്റെ അമ്മയ്ക്കോ ഒന്നും അവളുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിച്ചില്ല, അതുപോലെ ഒരു പാവം കുട്ടിയെയല്ലേ നിങ്ങൾ വേദനിപ്പിച്ച് ഇറക്കി വിട്ടത്. ആനിയും പറയുന്നുണ്ടോ കേട്ടോ, ഏട്ടന് ഒരിക്കലും പോലും അവളെ ഏട്ടത്തി അംഗീകരിക്കാൻ സാധിച്ചിട്ടില്ല, അതാ ഉണ്ടായ പ്രശ്നം മൊത്തം. പാവം ഏട്ടത്തി എന്തുമാത്രം സങ്കടപ്പെട്ടാ പോയെന്നറിയാവോ, ആദർശയുടെ ഒരു വാക്കെങ്കിലും തിരിച്ചു വിളിച്ചിരുന്നെങ്കിൽ ഏട്ടത്തി തിരികെ വരില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയണ, നീ എന്നെ കൂടുതൽ ഭരിപ്പിക്കാനൊന്നും പറയണ്ട, അതുപോലെ തന്നെ നീ എന്നെ ഉപദേശിക്കാറോ ആയിട്ടില്ല, എന്താടാ നിനക്കെന്നെ തല്ലടാ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോഴേക്കും അനി അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. അങ്ങനെ കരഞ്ഞുകൊണ്ട് മുത്തശ്ശി വന്നിട്ട് ഈ വിവരം മുത്തശ്ശനോട് പറയാൻ കേട്ടോ, നയന എവിടെ നിന്ന് പോയിന്ന്. മുത്തശ്ശൻ പറഞ്ഞ നയന പോയെന്നോ, എന്നിട്ട് ആദർശൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അവൻ തന്നെ ആയിരിക്കും ഇറക്കി വിട്ടത് എന്ന്
മുത്തശ്ശി പറയാണ്. മുത്തശ്ശി മനസ്സിലോർക്കാണ് ഇത്രയൊക്കെ ആയിട്ടും അവന്റെ സ്വഭാവം മാറുന്ന ഞാൻ കരുതിയത്, എന്നിട്ട് മാറിയില്ലല്ലോ എന്ന് മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കാണ്. എന്നിട്ട് മുത്തശ്ശിയോട് പറയാണ്, താന് അവനെ അങ്ങ് വിളിച്ചെന്ന് പറയുമ്പം മുത്തശ്ശി പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ടല്ലോ, എന്താ എന്താ പറ്റിയേ, ഒന്ന് ഒരാഴ്ചയായിട്ട് ശ്രദ്ധിക്കാണ്, നല്ല ക്ഷീണമുണ്ടല്ലോ. പറയണ, മനസ്സിന്റെ ക്ഷീണമാ വലുത്, അത്രേ ഉള്ളൂ എന്ന് പറയുന്നു. ഈ സമയത്ത് പറയണ, ആദർശിന് കുറച്ചെങ്കിലും മാറ്റം വരുമെന്ന് ഞാൻ കരുതിയത്, എന്നിട്ട് അവൻ ഒട്ടും മാറ്റം വന്നില്ലല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യുക, നീ അവനെ പോയി എന്തായാലും വിളിച്ചോണ്ട് പോവാന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ പറഞ്ഞു വിടുന്നു. അങ്ങനെ മുത്തശ്ശി പോയിട്ട് ആദർശിനെ വിളിക്കുകയാണ്. ആദർശെ, നിന്നെ മുത്തശ്ശൻ വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പം ആദർശ് ചോദിക്കാണ്, അയ്യോ നയന പോയ കാര്യം മുത്തശ്ശൻ അറിഞ്ഞോന്ന് ചോദിക്കുമോ, പിന്നെ അറിയാണ്ട് ഈ വീട്ടിൽ നിന്ന് ഒരാൾ ഇറങ്ങിപ്പോകുന്ന കാര്യം മുത്തശ്ശൻ അറിയണ്ടേ എന്ന് ചോദിക്കുകയാണ്. അത് വേണ്ടായിരുന്നു മുത്തശ്ശി എന്ന് പറയുമ്പോൾ, അതെന്താടാ വേണ്ടാത്തത്, അല്ല മുത്തശ്ശന്റെ മനസ്സിനെ വെറുതെ വിഷമിപ്പിക്കണ്ടായിരുന്നു എന്ന് പറയാണ്. ആ മുത്തശ്ശി പറയാണ്, വിഷമിപ്പിക്കണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തികളെ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഇമാതിരി പരിപാടി കാണിച്ചു വെച്ചിട്ട് പിന്നെ മുത്തശ്ശൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ആദർശാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ഇപ്പൊ നയനെ പോയ വിവരമെല്ലാം ആ മുത്തശ്ശൻ അറിഞ്ഞിട്ടുണ്ട്. മനസ്സ് വിഷമിച്ചായിരിക്കും ഇരിക്കുക. ഈശ്വര, എന്തെങ്കിലും സംഭവിക്കുമെന്നും പേടിച്ചിട്ട് ആദർശം നേരെ മുത്തശ്ശന്റെ അടുത്തേക്ക് പോയിട്ട് മുത്തശ്ശ എന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും മുത്തശ്ശൻ ജനലിങ്കിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് ആദർശെ അകത്തേക്ക് വായെന്നും പറഞ്ഞിട്ട് ആദർശനെ വിളിച്ച് മുത്തശ്ശൻ കട്ടിലോട്ട് ഇരുത്താണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശനും കൂടി ആദർശന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കാണ്, നയന എവിടെയെന്ന്. അപ്പം അത് മുത്തശ്ശ എന്നോട് അവളൊന്നും പറഞ്ഞില്ല, അവൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ ബാഗുമായിട്ട് പോയി എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയണ, അവൾക്ക് അവളുടെ വീട്ടിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, അവൾക്ക് എപ്പോൾ വേണമെങ്കിലും പോകാം, അവൾക്ക് ഒരാഴ്ചയോ ഒരു മാസമോ എത്ര നാൾ വേണമെങ്കിലും നിൽക്കാം, അവളുടെ അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും സുഖമില്ലെങ്കിൽ അവൾക്ക് എത്ര നാൾ വേണമെങ്കിലും അവിടെ നിൽക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇതൊരു ഇറങ്ങിപ്പോക്കാണോ, അതായത് പൂർണ്ണമായിട്ടും അവൾ ഇവിടുന്ന് പോയതാണോ എന്ന് ആദർശോട് ചോദിക്കുമ്പോൾ, അങ്ങനൊന്നും ആയിരിക്കില്ല മുത്തശ്ശ, അവൾ നിങ്ങൾ അത്യാവശ്യത്തിന് പോയതായിരിക്കും. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, നീ ഇവിടുന്ന് മറയ്ക്കാൻ ശ്രമിക്കേണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലാവും. പിന്നെ ഈ കളവന് എത്ര നാൾ ആയുസുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞത്. അപ്പോഴേക്കും ആദർശ് പറഞ്ഞ, എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അങ്ങനൊന്നും ഡോക്ടർ പറഞ്ഞില്ല. അപ്പൊ മുത്തശ്ശൻ പറയണ, എനിക്കറിയാടാ, ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, എന്നോടും കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏറിപ്പോയാൽ 1 വർഷം അല്ലേടാ, അതിനിപ്പുറം ഈ കളവന് വലിയ സന്തോഷിക്കണമെന്നൊന്നുമില്ല, പക്ഷെ ദുഃഖിക്കാതെ അങ്ങ് പോണമെന്നുണ്ട്, അതെന്റെ മോൻ സാധിച്ചു തരുമോന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയണ, എന്താ മുത്തശ്ശിയെ പറഞ്ഞത്, മുത്തശ്ശൻ എന്ത് പറഞ്ഞാലും ഞാൻ സാധിച്ചു തരില്ലേ എന്ന് ആദർശ് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ്, എങ്കിൽ എന്റെ മോൻ എനിക്കൊരു വാക്ക് താ, ഞാൻ പറഞ്ഞ എന്ത് കാര്യമായാലും അതനുസരിച്ച് ജീവിക്കുമെന്ന് എനിക്കൊരു വാക്ക് തരാമോ, ഈ മുത്തശ്ശൻ മരിച്ചു പോയാലും നീ അതനുസരിക്കണമെന്ന് പറയുമ്പം, അങ്ങനൊന്നും പറയില്ലേ മുത്തശ്ശ, ദാ ഞാൻ മുത്തശ്ശന് വാക്ക് തരികയാണ് എന്ന് പറഞ്ഞിട്ട് ആദർശിനെ കയ്യിൽ പിടിച്ചിട്ട് വാക്ക് കൊടുക്കുന്ന സമയത്ത് മുത്തശ്ശൻ പറയാണ്, വേറൊന്നുമല്ല, നീയും നയനമോളും ഭാര്യയും ഭർത്താവുമായിട്ട് ദാമ്പത്യം നന്നായിട്ട് തന്നെ ജീവിച്ചു തീർക്കണം, അത് ഞാൻ മരിക്കുന്നവരെ മാത്രമല്ല, ഞാൻ മരിച്ചു കഴിഞ്ഞാലും എന്റെ ആത്മാവ് ഈ വീട് തന്നെ കാണും, അങ്ങനെയൊന്നും നിങ്ങളെ കളഞ്ഞിട്ട് എനിക്ക് പോകാൻ സാധിക്കില്ല, അപ്പോഴും എനിക്ക് കാണണം നിങ്ങള് കുട്ടികളുമൊക്കെ സന്തോഷമായിട്ട് ജീവിക്കുന്നത്, അതും ഒരേ മുറിയിൽ കട്ടിലും നിലത്തും കിടന്നോളൊന്നും അല്ല, സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ദാമ്പത്യം ജീവിക്കണം എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോഴേക്കും ആദർശം ഒന്ന് ഞെട്ടിപ്പോവാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ പറയാണ്, അന്ന് ആദ്യമായി നമ്മളവളെ കാണുന്നത് ഈശ്വരന്റെ വിഗ്രഹമായിട്ട് കടന്നു വന്നപ്പോഴാണ്, അത്രയ്ക്കും ഐശ്വര്യമുള്ളവളാണ് അവള്, ദൈവഭയമുള്ള കുട്ടിയാ, അവളെ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടാ ഈ വീട് തന്നെ ഈ കൊല്ലം തന്നെ നശിച്ചു പോകും, അതുകൊണ്ട് എന്റെ മോൻ സമ്മതിക്കില്ലെന്ന് ചോദിക്കുമ്പം ആദർശ് പറഞ്ഞേ, ശ്രമിക്കാം മുത്തശ്ശ എന്ന് പറയുന്നു. എനിക്ക് വാക്ക് നിന്നിട്ട് ശ്രമിക്കാമെന്നോ. അപ്പൊ ആദർശ് ആലോചിക്കാണ്, അത് മാത്രമല്ലേ മുത്തശ്ശൻ അറിയുള്ളൂ, എന്നാൽ ഞങ്ങളുടെ ആദ്യത്തെ കൂടിക്കാഴ്ച എങ്ങനെയാണെന്ന് മുത്തശ്ശൻ അറിയില്ലല്ലോ, അതൊരു ആക്സിഡന്റിലൂടെ ആയിരുന്നെന്ന് മുത്തശ്ശനെ പറഞ്ഞ മുത്തശ്ശന് വിഷമാവും, അതുകൊണ്ട് ഇപ്പൊ മുത്തശ്ശനോട് ഒന്നും പറയണ്ട, എന്തായാലും മുത്തശ്ശന് വാക്ക് കൊടുക്കാം, അത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെയല്ലേ, ഇപ്പൊ മുത്തശ്ശൻ എന്നാലും സന്തോഷമാണ് ഏറ്റവും അത്യാവശ്യം എന്ന് പറഞ്ഞിട്ട് ആദർശം മുത്തശ്ശന്റെ കയ്യില് വാക്ക് കൊടുക്കാണ്. ഇനി നയനെ നന്നായിട്ട് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശൻ പറഞ്ഞിട്ടുണ്ട്, നീയെങ്കിൽ പോയി നയനമോളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് കേട്ടോ. അങ്ങനെ എന്തായാലും ആദർശം നയനെ വിളിക്കാൻ പോകും. അപ്പം ഇതിന്റെ ബാക്കി എന്താണെന്നുള്ളത് നാളത്തെ റിവ്യൂല് നാളെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. രാത്രി പ്രോമോ അപ്ലോഡ് ചെയ്യുന്നതിന് മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.